ഒരു കമ്മീഷന്റെ ജസ്റ്റിസ് CNRന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകല്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും. താങ്ക് യു വെരി മച്ച്. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ വാക്കുകൾ. രാജ്യസഭയിലാണ് അദ്ദേഹം ഇത്തരമൊരു പരാമർശം നടത്തിയത്. ജോൺ ബ്രിട്ടാസ് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന് മറുപടി എന്ന നിലയിലാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. സുരേഷ് ഗോപി മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF നേതാക്കളും സമാനമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. മുനമ്പം പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചതാണ് മുനമ്പം കമ്മീഷൻ. ആ കമ്മീഷൻ നടപടികൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നു. അപ്പോഴാണ് ഇത്തരം പരാമർശം സുരേഷ് ഗോപിയും പ്രതിപക്ഷ നേതാവും UDF നേതാക്കളും നടത്തിയത്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. പ്രതിപക്ഷ ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് കൃത്യമാണെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇത് സർക്കാരിന് ഞങ്ങൾ പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമാണ്. അത് പരിഹരിക്കാതെ മനഃപൂർവ്വം ഇത് വൈകിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ശ്രമം നടത്തും. ഗവൺമെന്റ് കാണിച്ച കള്ളക്കളിയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സുരേഷ് ഗോപിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും മാത്രമല്ല, സമാനമായ പരാമർശങ്ങൾ BJPയുടെ എല്ലാ നേതാക്കളും നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UDF നേതാക്കളും നടത്തിയിട്ടുണ്ട്. ഇവർക്കെല്ലാം മറുപടിയായി ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളിലും അത് സംബന്ധിച്ച് വാർത്തയും വന്നിട്ടുണ്ട്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി. ഇതാണ് വാർത്ത. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നടപടികൾ പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് ഈ തീരുമാനം എന്നത്. ആ തീരുമാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം വന്നിരിക്കുന്നത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ നിയോഗിച്ച CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ, S മനു എന്നിവരുടെ ഉത്തരവ്. അതേസമയം കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ നടപടി എടുക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പീൽ വേനലവധിക്ക് ശേഷം ജൂൺ 16-ന് വീണ്ടും പരിഗണിക്കും. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നമായതിനാൽ വഖഫ് ട്രിബ്യൂണലിന് മാത്രമേ ഈ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കൂ എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സിംഗിൾ ബെഞ്ച് കമ്മീഷൻ നിയമനം റദ്ദാക്കിയത്. സർക്കാർ വേണ്ടത്ര പഠനം നടത്താതെയും വസ്തുതകൾ പരിശോധിക്കാതെയുമായിരുന്നു കമ്മീഷനെ നിയമിച്ചത് എന്നും സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു. ഇതിനെതിരെയാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മാത്രമാണ് കമ്മീഷനെ നിയമിച്ചത് എന്നാണ് സർക്കാർ വാദം. കമ്മീഷന് ജുഡീഷ്യൽ അധികാരങ്ങളില്ല. കമ്മീഷൻ ശുപാർശകൾ അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. വിഷയത്തിൽ പൊതു താൽപര്യമുണ്ടെന്നും ക്രമസമാധാന പ്രശ്നം എന്ന നിലയിലും കമ്മീഷന്റെ പ്രവർത്തനം ആവശ്യമാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. അതോടൊപ്പം കമ്മീഷന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാണെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു എന്നാണ് ഇത് സംബന്ധിച്ച് വന്ന വാർത്തകൾ. സമാനമായി എല്ലാ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട്. ഇന്നത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനമാണ്. അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിലും ഈ വാർത്ത വരും. സംസ്ഥാന സർക്കാർ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ എന്താണ് വഴി? സംസ്ഥാന സർക്കാരിന് മുന്നിൽ വഴിയുണ്ട് എന്നാണ്, സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് കടന്ന് പ്രതിപക്ഷ നേതാവ് മറ്റൊരു വാക്കുകൂടി പറഞ്ഞിരുന്നു, 10 നിമിഷം മതി, UDF സർക്കാർ വന്നാൽ പ്രശ്നം പരിഹരിക്കും എന്ന്. എന്നാൽ പ്രശ്നം വളരെ വളരെ സങ്കീർണമാണ് എന്ന് മുനമ്പത്തെ നിവാസികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സമരസമിതി പറഞ്ഞിട്ടുണ്ട്. എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല. ട്രിബ്യൂണലിന് മുന്നിലാണ് ഇപ്പോൾ പ്രശ്നം കിടക്കുന്നത്. ട്രിബ്യൂണൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല. അതിനുശേഷം മാത്രമേ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുകയുള്ളൂ. അതല്ല, ട്രിബ്യൂണലിന് മുന്നിൽ എന്താണ് സംസ്ഥാന സർക്കാർ നിലപാട് എടുക്കേണ്ടത്, അത് സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാവണമല്ലോ സർക്കാരിന്. അതൊക്കെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ കമ്മീഷനായി നിയമിച്ചത്. അത് തന്നെ തെറ്റാണ്. എന്തിനു നിയമിച്ചു? തീരുമാനം വഹിപ്പിക്കുകയാണ് സർക്കാർ ഇതിലൂടെ ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ BJP നേതാക്കളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ സർക്കാർ നിലപാടിന് ഹൈക്കോടതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ, തീരുമാനങ്ങൾ എടുക്കട്ടെ, പക്ഷേ കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിട്ടായിരിക്കും ശുപാർശകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് തീരുമാനിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട്. സർക്കാർ ഇക്കാര്യം ഹൈക്കോടതിയിൽ പറഞ്ഞതാണ്.
ഈ കമ്മീഷന്റെ തീരുമാനം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കോടതിയിൽ സമർപ്പിക്കാം, കോടതി കൂടി പരിശോധിച്ച് സർക്കാരിന് നിർദ്ദേശം തന്നാൽ മതി എന്നുകൂടി പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാർ കോടതിയിൽ. അതും കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. എന്ന് വെച്ചാൽ സർക്കാരിനെതിരെ വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഉപയോഗിച്ച് പ്രതിപക്ഷവും BJP നേതാക്കളും നന്നായി ശ്രമിച്ചിരുന്നു. അവർക്കൊക്കെ ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഇവിടെ സർക്കാരിന് ആശ്വാസം എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്, സർക്കാരിന് ആശ്വാസം എന്ന്. എന്നാൽ BJPക്കും UDFനും തിരിച്ചടിയാണ് എന്ന് ഒരു മാധ്യമവും പറയുന്നില്ല. എന്നാൽ UDFനും അതോടൊപ്പം തന്നെ BJP നേതാക്കൾക്കും ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഈ ഉത്തരവ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതോടൊപ്പം സർക്കാരിനെ വിമർശിച്ച് നിരന്തരം രംഗത്ത് വരുന്ന മാധ്യമങ്ങൾക്ക് കിട്ടിയ മുഖത്ത് ഏറ്റ അടിയാണ് ഇത് എന്ന് പറയാതിരിക്കാനും കഴിയില്ല.